നോൺ വെജ് രുചിയിൽ നല്ല ഒന്നാം തരം ഒരു സോയ ചങ്ക്സ് തോരൻ ഉണ്ടാക്കിയാലോ. ഉച്ചയ്ക്ക് മറ്റു കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല കിഡിലിനൊരു ഐറ്റമാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ വേറെ കറികളൊന്നും നമുക്ക് ചോറിനോടൊപ്പം വേണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് നല്ല ചൂടായ വെള്ളത്തിലേക്ക് ഒരു 100 ഗ്രാം സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ഈ പറഞ്ഞ 10 മിനിറ്റുകൾക്ക് ശേഷം സോയ ചങ്ക്സ് അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് ഈ കാണുന്നത് പോലെ നല്ലൊരു സോഫ്റ്റ് പരുവമായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് 1-2 തവണ കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ കഴുകി പിഴിഞ്ഞെടുത്ത സോയ ചങ്ക്സ് ഇനി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അതായത് തീരെ അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടത്തക്ക തരത്തിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അതായത് ഈ കാണുന്ന പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത്രയും ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ തോരനിലേക്ക് ചേർക്കാൻ ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗളിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഭാഗം ചിരകിയതിട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ മൂപ്പിച്ചെടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒപ്പം 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊരു തോരൻ പരുവത്തിന് അരച്ചെടുക്കാം. തീരെ അങ്ങ് അരിഞ്ഞു പോകാൻ പാടില്ല, ചെറിയ തരികളോട് കൂടി വേണം അരച്ചെടുക്കാൻ. അപ്പം അതും കൂടി ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൂർണ്ണമായും പൊട്ടിത്തീരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, അതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ അളവിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉഴുന്ന് ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നാലും അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഈ ഉഴുന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു കളർ ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ടാവും. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 2 ഉണക്കമുളക് നുറുക്കിയതിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ കറിവേപ്പിലയും ഈ ചേർത്ത് കൊടുത്ത മുളകും കൂടി ജസ്റ്റ് ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് 4 ചെറിയ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടാതെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് ചുവന്ന് ഈ കാണുന്നത് പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ആ ഒരു അരച്ച് റെഡിയാക്കി വെച്ചിരുന്ന മസാലക്കൂട്ടുണ്ടല്ലോ, അതായത് അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ തോരൻ തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരില്ല. കാരണം ഈ സോയ ചങ്ക്സിൽ തന്നെ നല്ലൊരംശം വെള്ളമുണ്ടാവും. അതൊന്ന് വറ്റി കിട്ടാനായി തീ ആദ്യാവസാനം വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. അങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് അതിലെ ആ ഒരു ജലാംശമൊക്കെ വറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരുംജീരകം ചതച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ നേരത്തെ മൂപ്പിക്കാനായിട്ട് എടുത്തിരുന്ന മുളക് പൊടി ഉണ്ടല്ലോ, അത് 1/4 ടേബിൾ സ്പൂൺ അളവിലായിരുന്നല്ലോ എടുത്തിരുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, അത് അത്രത്തോളം എരിവുള്ളതായതുകൊണ്ടാണ്. ഇനി ഒരുപക്ഷെ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ഈ പാത്രം ലിഡ് ഉപയോഗിച്ച് അടച്ച് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അതിലെ ആ ഒരു ജലാംശം പൂർണ്ണമായും വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്തിനേറെ പറയുന്നു, ചിക്കനിൽ ഉള്ളതിനേക്കാൾ ഇരട്ടി പ്രോട്ടീനുകൾ അടങ്ങിയ ഒരു ഭക്ഷ്യ വിഭാഗമാണ് നമ്മുടെ ഈ സോയ ചങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.